ശാസ്ത്ര സാഹിത്യകാരന്മാരുടെ ഒരു സംഘടന എന്ന നിലയ്ക്കാണത് 62 രൂപീകരിക്കപ്പെടുന്നത്. ശാസ്ത്രം അധികവും ഇംഗ്ലീഷിലാണ് എഴുതപ്പെടുന്നത്. അങ്ങനെ പോരാ, മലയാളത്തിൽ ശാസ്ത്രം എഴുതണം, അത് പ്രസിദ്ധീകരിക്കണം, അതിന് സംവിധാനങ്ങൾ ഉണ്ടാവണം. അങ്ങനെയുള്ള ആൾക്കാർ ഒരുമിച്ച് ചേരണം. ഡോക്ടർ കെ ഭാസ്കരൻ നായർ പ്രസിഡൻറ്റും ഡോക്ടർ KG അടിയോടി സെക്രട്ടറിയും NV കൃഷ്ണവാര്യർ ഖജാൻജി ആയിട്ടാണ് ഒന്നാമത്തെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒന്നാമത്തെ കമ്മിറ്റി ഉണ്ടാവുന്നത്. മലയാളത്തിൽ ശാസ്ത്രം എഴുതുക എന്നുള്ളതാണല്ലോ അത് അന്നും പ്രധാന ലക്ഷ്യമായിട്ട് തോന്നുന്നുണ്ട്. അന്ന് മാതൃഭൂമി ഒഴിച്ചുള്ള പ്രധാനപ്പെട്ട പത്രങ്ങളോ മാസികളൊന്നും ശാസ്ത്രം പ്രചരിപ്പിക്കാനൊന്നും തയ്യാറായിരുന്നില്ല. പലരോടും നമ്മൾ അഭ്യർത്ഥിച്ചെങ്കിലും അവരത്ര പോസിറ്റീവായിട്ടുള്ള അതുകൊണ്ട് പരിഷത്ത് സ്വയം തന്നെ ചില മാസികൾ തുടങ്ങാൻ തീരുമാനിച്ചു. ആളുകളുമായിട്ട് ശാസ്ത്രം സംസാരിക്കാൻ സാധിക്കേണ്ടതാണ്. അല്ലാതെ നമ്മുടെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്, മനസ്സിലാക്കേണ്ടാത്ത കാര്യമാണ്, ശാസ്ത്രജ്ഞന്മാർ മാത്രം മനസ്സിലാക്കിയാൽ മതി എന്ന ധാരണകളൊക്കെ പതുക്കെ ഇപ്പോൾ ഏതൊരു സമൂഹവും മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് അതിലെ പൗരന്മാർ ശാസ്ത്രബോധമുള്ളവരാവണം. വികസിത സമൂഹം ഉണ്ടാക്കിയെടുക്കുന്നതിൽ ശാസ്ത്രത്തിന് വളരെ പ്രധാനപ്പെട്ടൊരു രാഷ്ട്ര പുനർനിർമ്മാണത്തിലും സമൂഹത്തിൻ്റെ പുനർനിർമ്മാണത്തിലും ഭാവിയെ അഭിമുഖീകരിക്കുന്നതിന് വെല്ലുവിളിയെ അഭിമുഖീകരിക്കുന്നതിനൊക്കെ സമൂഹത്തിന് ശാസ്ത്രബോധം ഉണ്ടാവണം. രാഷ്ട്രീയം മാത്രം പോരാ, ശാസ്ത്രവും വേണം. അവിടെ ശാസ്ത്രത്തിനും രാഷ്ട്രീയത്തിനും കൈകോർക്കാൻ കഴിയണം. പരിഷത്തിൻ്റെ രൂപീകരണം 62 നടന്നെന്ന് പറഞ്ഞല്ലോ. അതിന് തൊട്ട് മുമ്പ് 57 ഒരു ചെറിയ ഫോർമേഷൻ ഉണ്ടാവുന്നുണ്ട്. 62 ഒരുമിച്ച് ചേരുന്നത് ശാസ്ത്രം മലയാളത്തിൽ എഴുതുന്ന പ്രധാനപ്പെട്ട കുറച്ച് ആളുകളാണ്. ഡോക്ടർ KG അടിയോടി ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നു, നരേന്ദ്രനാഥ്, CKD പണിക്കർ, പിന്നെ ഇങ്ങനെ 4-5 പേര്. അവരുടെ പ്രാധാന്യം അവർ ശാസ്ത്രം മലയാളത്തിൽ എഴുതി തുടങ്ങിയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ശാസ്ത്ര സാഹിത്യകാരന്മാരുടെ NV കൃഷ്ണവാര്യർ ശാസ്ത്ര സാഹിത്യകാരന്മാരുടെ ഒരു സംഘടന എന്ന നിലയ്ക്കാണത് 62 രൂപീകരിക്കപ്പെടുന്നത്. ശാസ്ത്രം അധികവും ഇംഗ്ലീഷിലാണ് എഴുതപ്പെടുന്നത്. അങ്ങനെ പോരാ, മലയാളത്തിൽ ശാസ്ത്രം എഴുതണം, അത് പ്രസിദ്ധീകരിക്കണം, അതിന് സംവിധാനങ്ങൾ ഉണ്ടാവണം. അങ്ങനെയുള്ള ആൾക്കാർ ഒരുമിച്ച് ചേരണം. 57 ഉണ്ടാവുന്നത് അല്പം വ്യത്യസ്തമായിട്ടുള്ളൊരു സാധനമാണ്. 57 അതിന് മുൻകൈ എടുത്തത് PT ഭാസ്കര പണിക്കരാണ്. 57 കേരളത്തിലെ ഒന്നാമത്തെ ഗവൺമെൻറ് രൂപീകരിക്കപ്പെടുന്ന വർഷം. PT ഭാസ്കര പണിക്കർ ആ സമയമാകുമ്പോഴേക്ക് അറിയപ്പെടുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ശാസ്ത്രാധ്യാപകൻ എന്ന നിലയ്ക്കുള്ളൊരു പേരുണ്ട്. അതിനപ്പുറം മലബാറിലെ ഒന്നാമത്തെ തിരഞ്ഞെടുക്കപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ ഒന്നാമത്തെ അധ്യക്ഷനാണ്. നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ 57 വരെയുള്ള കാലത്ത്. ഈ 56-57 കാലത്താണ് അദ്ദേഹം ഡിസ്ട്രിക്ട് ബോർഡിൽ പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ ഗവൺമെൻറ് വരുന്നതോടുകൂടി ആ ഡിസ്ട്രിക്ട് ബോർഡ് പിരിച്ചുവിട്ട് മലബാർ കേരളത്തിൻ്റെ ഭാഗമായി തീരാണല്ലോ. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. രാഷ്ട്രീയവും സാമൂഹ്യവും ശാസ്ത്രവും ഒക്കെ ഒരുമിപ്പിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, ശാസ്ത്രം ജനങ്ങളുടെ ഇടയിൽ എത്തേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് അദ്ദേഹത്തിനെ വിളിക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് 57 ശാസ്ത്ര സാഹിത്യ സമിതി എന്ന് പറഞ്ഞ ചെറിയൊരു സംഘടന രൂപം കൊള്ളുന്നത്. അന്ന് അവർ ചെറിയൊരു സമിതി ഉണ്ടാക്കി. അതിൻ്റെ അധ്യക്ഷനായിട്ട് കൊരുമാഷ് എന്ന് പറയുന്ന, മലയാളത്തിൽ ഗണിത ശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ മലയാളത്തിൽ ധാരാളമായിട്ട് രചിച്ചിട്ടുള്ള ഒന്നാമത്തെ അസംബ്ലി കാലത്ത് ഗുരുവായൂരിൽ നിന്നുള്ള MLA ആയിരുന്നു. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് MLA കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു പുസ്തകം കാവുമ്പായി ബാലകൃഷ്ണൻ അടുത്ത കാലത്ത് എഴുതിയിട്ടുണ്ട്. അത് നോക്കിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ വിശദാംശങ്ങൾ കിട്ടും. അപ്പോൾ PTBയുടെ നേതൃത്വത്തിലൊരു പരിപാടി, ശാസ്ത്രം ജനങ്ങളുടെ ഇടയിൽ മലയാളത്തിൽ പ്രചരിപ്പിക്കേണ്ടതുണ്ട്, ശാസ്ത്ര സാഹിത്യം എഴുതപ്പെടേണ്ടതുണ്ട് ഒക്കെ എന്നീ കാര്യങ്ങളൊക്കെ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് രൂപീകരിക്കപ്പെട്ട ശാസ്ത്ര സാഹിത്യ സമിതി ശാസ്ത്ര സാഹിത്യകാരന്മാരുടെ ഒരു സംഘടന എന്ന രൂപത്തിൽ ഉണ്ടായ 62 ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ഇങ്ങനെ 2 ആയല്ലോ ഇപ്പോൾ. ഇതൊക്കെ കൂടി ചേർന്നാണ് പിന്നീട് പരിഷത്തിൻ്റെ ഒരു വലുപ്പം കൂടി വരുന്നത്. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഒന്നാവുന്നുണ്ട്. 57 രൂപീകരിക്കപ്പെട്ട ശാസ്ത്ര സാഹിത്യ സമിതിക്ക് ഒരുപാട് കാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല.
കാരണം അത് ചെറുതായിട്ട് ഒറ്റപ്പാലത്ത് വെച്ചിട്ട് 57 രൂപീകരിക്കപ്പെട്ടെങ്കിലും അധികം താമസിയാതെ അതിൻ്റെ പ്രവർത്തനം ക്ഷയിച്ചു പോയി. കാരണം അധികം താമസിയാതെ അതിൻ്റെ ചുമതലയേറ്റിരുന്ന PT ഭാസ്കര പണിക്കർക്ക് തിരുവനന്തപുരത്തേക്ക് വരേണ്ടി വന്നു. അദ്ദേഹം 57 മന്ത്രിസഭയിൽ ഒരു ഘട്ടത്തിൽ ജോസഫ് മുണ്ടശ്ശേരിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് മാറി. ആദ്യഘട്ടത്തിലല്ല, കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ, മന്ത്രിസഭ തുടങ്ങി കുറച്ചു കാലം കഴിഞ്ഞ ശേഷം അദ്ദേഹത്തോട് മുണ്ടശ്ശേരിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആകാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം കൊണ്ട്, അപ്പോൾ അദ്ദേഹത്തിന് ഔപചാരികമായി ഈ പണി ചെയ്യേണ്ടതുകൊണ്ട് ശാസ്ത്ര സാഹിത്യ സമിതിയിൽ. പക്ഷെ അദ്ദേഹം വീണ്ടും 62 ഉണ്ടായ പരിഷത്തിൽ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തിലേക്ക് അദ്ദേഹം 66 വരുന്നുണ്ട്. 66 മുതൽ 62 രൂപീകരിക്കപ്പെട്ടപ്പോൾ KG അടിയോടി എന്ന് പറയുന്ന ആളായിരുന്നു പരിഷത്തിൻ്റെ ജനറൽ സെക്രട്ടറി. പിന്നെ അത് കഴിഞ്ഞ് 66 ആയപ്പോഴേക്ക് PT ഭാസ്കര പണിക്കർ അതിന് ജനറൽ സെക്രട്ടറി ആകും. അപ്പോൾ ശാസ്ത്ര സാഹിത്യ സമിതിയിലൂടെ ഉദ്ദേശിച്ച കാര്യങ്ങളും പരിഷത്തിൻ്റെ രൂപീകരണത്തിലൂടെ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ കൂടി പരസ്പരം ഒന്നായി തുടങ്ങി. ഈ ഘട്ടമായപ്പോഴേക്ക് ഏറെക്കുറെ ശാസ്ത്രം എഴുതുക മാത്രമല്ല, ശാസ്ത്രം പ്രചരിപ്പിക്കൂടി വേണം എന്നതിങ്ങനെ പൊതുവെ പരിഷത്തിൻ്റെ ഒരു കാഴ്ചപ്പാടായി വന്നു. പക്ഷേ എങ്കിലും കുറേ കാലത്ത് കൂടി എഴുത്തുകാരുടെ, ശാസ്ത്രം എഴുതുന്നവരുടെ, ശാസ്ത്ര സാഹിത്യം എഴുതുന്നവരുടെ ഒരു സംഘടന ആയിരുന്നു പരിഷത്ത്. അതുകൊണ്ടാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നുള്ള പേര് തന്നെ വന്നത്. അങ്ങനെ മുന്നോട്ട് പോയി കൊച്ചു കൊച്ചു പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. 3-4 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ തിരുവനന്തപുരം ഒരു കേന്ദ്രമായിരുന്നു. ഡോക്ടർ K ഭാസ്കരൻ നായർ എന്ന് പറയുന്ന അന്നത്തെ സുവോളജി പ്രൊഫസറും ധാരാളമായിട്ട് അന്ന് അറിയപ്പെടുന്ന ശാസ്ത്ര ലേഖകനുമൊക്കെ ആയിരുന്ന ഡോക്ടർ K ഭാസ്കരൻ നായരായിരുന്നു ഒന്നാമത്തെ പ്രസിഡന്റ്. അടിയോടി സെക്രട്ടറി ആവുന്നതോടൊപ്പം ഒന്നാമത്തെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്ത അദ്ദേഹത്തിനാണ്. അപ്പോൾ ഡോക്ടർ K ഭാസ്കരൻ നായർ പ്രസിഡൻറ്റും ഡോക്ടർ KG അടിയോടി സെക്രട്ടറിയും NV കൃഷ്ണവാര്യർ ഖജാൻജി ആയിട്ടാണ് ഒന്നാമത്തെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒന്നാമത്തെ കമ്മിറ്റി ഉണ്ടാവുന്നത്. അന്ന് PT ഭാസ്കര പണിക്കർ ആ കമ്മിറ്റിയിലില്ല. കുറച്ചും കൂടെ കഴിഞ്ഞ് അപ്പോൾ കോഴിക്കോട്ട് അത് രൂപീകരിക്കുന്നു. കുറേ കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ഭാസ്കരൻ നായർ ഉണ്ടായിരുന്നതുകൊണ്ടും കുറച്ച് പ്രവർത്തകർ ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ടും ഇവിടെ ചെറിയ യൂണിറ്റ് ഉണ്ടാവുന്നു. പിന്നെ ഉണ്ടായ സ്ഥലങ്ങൾ കോട്ടക്കൽ, അന്ന് ആര്യവൈദ്യശാല കേന്ദ്രീകരിച്ച് കുറച്ച് പ്രവർത്തകർ കോട്ടക്കൽ ഉണ്ടായിരുന്നു. ഷൊർണൂർ കേന്ദ്രമാക്കി കുറച്ച് പ്രവർത്തകരുണ്ടായിരുന്നു. ഇങ്ങനെ കൊച്ചു കൊച്ചു കേന്ദ്രങ്ങളിലൊക്കെയാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ തൃശ്ശൂർ ഉണ്ടാവുന്നു, കൊല്ലത്ത് ഉണ്ടാവുന്നു. ഇങ്ങനെ എല്ലാ ജില്ലകളിലും ഗ്രാമങ്ങളിലും ഒന്നും പരിഷത്ത് എത്തിയിട്ടില്ല. അപ്പോൾ 72 10ാം വാർഷികം നടക്കുന്ന സമയത്ത് താരതമ്യേന ചെറിയ 100-ൽ താഴെ അംഗങ്ങളുള്ള ഒരു സംഘടന എന്ന മറ്റുള്ളൊരു സാധനമാണ് പരിഷത്ത്. അവിടെ നിന്ന് അങ്ങനെ പതുക്കെ പതുക്കെ അത് വികസിച്ചു വരികയാണ്. അപ്പോൾ ഞാനൊക്കെ ഉണ്ടായിരുന്ന സമയം പരിഷത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഘട്ടമാണ്. അത് പതുക്കെ 10ാം വാർഷികം മുതൽ അതങ്ങനെ വലുതാവും. 10ാം വാർഷികം കഴിഞ്ഞ് 11ാം വാർഷികം, 10ാം വാർഷികത്തോടായിരുന്നു തന്നെ ചെറിയൊരു പരിപാടി ഇവിടെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തേണ്ടേ. വരുന്ന 10ാം വാർഷികമില്ല, നമുക്ക് എന്തുകൊണ്ട് 2-3 വിഷയങ്ങൾ എടുത്തുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ശാസ്ത്ര ക്ലാസ്സുകൾ സംഘടിപ്പിച്ചുകൂടാ എന്നൊരു പ്രപ്പോസൽ വരുന്നു. ആ പ്രപ്പോസൽ ഉന്നയിക്കുന്നത് PT ഭാസ്കര പണിക്കർ, MP പരമേശ്വരൻ, P ഗോവിന്ദപിള്ള അവരൊക്കെ പരിഷത്തായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. VK ദാമോദരൻ, അദ്ദേഹം പരിഷത്തിൻ്റെ അന്ന് സെക്രട്ടറി ആയി കഴിഞ്ഞിട്ടുണ്ട്, ജനറൽ സെക്രട്ടറി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് പേരൊക്കെ തിരുവനന്തപുരത്ത് ഒരുമിച്ചിരിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്നൊരു ഐഡിയയാണ്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയായിരുന്നു എൻ്റെ കേന്ദ്രം. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാനൊക്കെ പ്രവർത്തിച്ചു തുടങ്ങി 73 ആയപ്പോഴേക്കും ഭാസ്കര പണിക്കരും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അവിടെ ഒരു സ്പെഷ്യൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം തുടങ്ങി. അതിൻ്റെ ഡയറക്ടറായിട്ട് ഭാസ്കര പണിക്കർ വന്നു. അപ്പോൾ ശരിക്കും ഇതൊരു തലസ്ഥാനമായി തന്നെ മാറി പരിഷത്തിൻ്റെയൊക്കെ. അപ്പോൾ ആലോചനകൾക്ക് വേഗം കൂടുന്നു. PT ഭാസ്കര പണിക്കർ ഒരു അസാമാന്യ സംഘാടകനാണ്. അപ്പോൾ ഏത് കാര്യത്തിനും പുതിയ ആൾക്കാരെ ആകർഷിക്കാനും അതിലൊരു സംഘടനാ രൂപം കൊടുക്കാനൊക്കെ ഭയങ്കര വൈദഗ്ധ്യമുള്ള ആളാണ്. പുതിയ ആൾക്കാരെ കണ്ടുപിടിക്കുന്ന ആൾക്കാർക്ക് ആവേശം കൊടുക്കുന്നതിനെ, അവരെ ഇത് വിട്ടുപോകാത്ത വിധം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി പരിഷത്തിനെ മാറ്റുന്നതിനൊക്കെ വലിയ ഒരു പ്രാവശ്യം അദ്ദേഹത്തോട് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അദ്ദേഹത്തിനെയോ അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന സംഘടനയോ വിട്ടുകളയാൻ തോന്നില്ല. അത്രമാത്രം നമ്മളായിട്ടങ്ങ് ബന്ധിപ്പിക്കും. പിന്നെ ഇപ്പോൾ ഇതൊക്കെ ചേർന്നാണ് പരിഷത്ത് വലുതായി തുടങ്ങും. ഇപ്പോൾ 72 ഒരു കാര്യം, 10ാം വാർഷികത്തിന് മുമ്പ് ഒരാഴ്ചക്കാലം നീണ്ടുന്ന കുറേ ശാസ്ത്ര ക്ലാസ്സുകൾ
തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ. കേരളത്തിൽ ഉടനീളം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷെ തിരുവനന്തപുരമാണ് ഗംഭീരമായിട്ട് ചെയ്തത്. പ്രകൃതി ജീവൻ സമൂഹം. പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സമൂഹം, എങ്ങനെയാണ് സമൂഹം വികസിച്ചത്, എന്താണ് ജീവൻ, അങ്ങനെ 2-3 വിഷയങ്ങളെടുത്താണ് നമ്മൾ ജനങ്ങളോട് സംസാരിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു പ്രാഥമിക ക്ലാസ് PT ഭാസ്കർ പണിക്കരും P ഗോവിന്ദപിള്ളിയും അങ്ങനത്തെ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് നടത്തുന്നു. ഞങ്ങൾ പിന്നെ അവർ MP പരമേശ്വരനൊക്കെ കൂടിയിട്ട് ഞങ്ങൾ കുറച്ച് പേർക്ക് ക്ലാസ് എടുക്കുന്നു. ഞങ്ങൾ ഈ ക്ലാസ്സുമായിട്ട് സ്കൂളുകളിലേക്ക്, വായനശാലകളിലേക്ക്, അപ്പോൾ എല്ലാവരെയും അറിയിക്കുന്നു ഇങ്ങനെ ക്ലാസ് നടത്താൻ ഞങ്ങൾ തയ്യാറാണ്, താല്പര്യമുള്ളവർ അറിയിക്കണം. അപ്പോൾ ചില സ്കൂളുകളിൽ നിന്ന് അധ്യാപകർ വഴി നമുക്ക് ക്ഷണം കിട്ടുന്നു, ചില വായനശാലയിൽ നിന്ന് ക്ഷണം കിട്ടുന്നു. അപ്പം നമ്മൾ ചെന്ന് സംസാരിക്കുമ്പോൾ ആദ്യം നമുക്ക് എങ്ങനെയാണ് ഈ വിഷയങ്ങൾ അവിടെ സംസാരിക്കുക എന്ന് കൃത്യമായ ധാരണയൊന്നുമില്ല. എല്ലാ ദിവസവും വൈകുന്നേരം കൂടി അനുഭവങ്ങളൊക്കെ പങ്കെടുത്ത് ഓരോ പ്രാവശ്യവും നമ്മൾ സ്വയം പരിഷ്കരിക്കുന്നുണ്ട്. കാരണം ഞാനൊക്കെ ഒന്ന് എഞ്ചിനീയറിംഗ് പാസ്സായി വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ കുറച്ച് എന്താ പറയുക എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ള അഹങ്കാരം ജനങ്ങളോട് സംസാരിക്കാനൊന്നും അറിയില്ലല്ലോ. പക്ഷേ പതുക്കെ പിന്നെ ജനങ്ങളോട് സംസാരിക്കുന്നൊരു ഭാഷ നമുക്ക് കണ്ടെത്താൻ കഴിയും. വിഷയം നന്നായിട്ട് അറിയാമെങ്കിൽ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഇത് പറയാൻ കഴിയുമെന്നൊരു ബോധ്യം പതുക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നു. ഞാനൊക്കെ അന്ന് വളരെ താല്പര്യപൂർവ്വം ആ ക്ലാസ് എടുത്ത കൂട്ടത്തിൽപ്പെട്ട ആളാണ്. സത്യത്തിൽ പരിശുദ്ധലികളുടെ എൻ്റെ ഒരു കംപ്ലീറ്റ് കൺവേർഷൻ നടക്കുന്നത് ആ സമയത്താണ്. കാരണം നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ആൾക്കാർക്ക് താല്പര്യമുള്ളതാണ്. അത് താല്പര്യമുള്ള രീതിയിൽ നമ്മൾ സംസാരിച്ചാൽ അവർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവും. മാത്രമല്ല ഇതിൽ പല കാര്യങ്ങളും അവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്താനൊക്കെ കഴിയും നമുക്ക് എന്നങ്ങനെ ഒക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ അഹങ്കാരം കുറേ പോകുന്നു. പിന്നെ പല കാര്യങ്ങളും നമുക്ക് അറിയില്ല. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരത്തൊക്കെ ചർച്ച ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാന്നൊക്കെ ചർച്ച ചെയ്യും. അപ്പോൾ PTB പോലുള്ള ആൾക്കാരൊക്കെ നമുക്ക് പലതും പറഞ്ഞു തരും. PTB ഒക്കെ വളരെ രസമായിട്ട് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെയൊക്കെ ഗൈഡൻസും ഒക്കെ കിട്ടി. വിഷയങ്ങളിൽ സംശയം വരും. ഈ സംശയങ്ങളൊക്കെ തീർത്തും സ്വയം പരിഷ്കരിച്ചു കൊണ്ടുമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ക്ലാസ്സിൻ്റെ ഒരു ഗുണം നമ്മളൊരു നമ്മൾ കുറച്ച് ക്ലാസ്സുകൾ നടത്താനേ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും 10 മടങ്ങ് ക്ലാസ്സുകൾ നടന്നു ഈ ഒരാഴ്ച കാലം കൊണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുന്ന തരം കാര്യങ്ങൾ കേൾക്കാൻ ആഗ്രഹമുണ്ട്, നമുക്കവരോട് സംസാരിക്കാൻ സാധിക്കും എന്നൊരു റിയലൈസേഷൻ ഉണ്ടാകുന്നു. ചെറുപ്പക്കാരായിട്ടുള്ള ഞങ്ങൾ കുറേ ആളുകളെ അത് ആകർഷിച്ചു. അന്ന് എനിക്ക് തോന്നുന്നത് കോളേജ് അധ്യാപകർ, സ്കൂൾ അധ്യാപകർ ഒക്കെ ആയിട്ടുള്ള പലരും ഈ ക്ലാസ് എടുക്കാൻ വന്നവരും ഈ ക്ലാസ് കേൾക്കാൻ വന്നവരും അവർ പരിഷത്തിൻ്റെ ഒരു കാഡറായിട്ട് പതുക്കെ മാറി. ഇതൊക്കെയാണല്ലോ പരിഷത്ത് ചെയ്യുന്ന രീതി. അപ്പം അതിനൊരു തമാശ എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു വായനശാലയിൽ നിന്ന് ക്ഷണിക്കും, നമ്മളവിടെ എത്തും, ക്ലാസ് എടുക്കും, പോരും. ചിലവൊക്കെ നമ്മുടെ കയ്യിൽ നിന്നാണ് ചിലവ്. അല്ല ആരെങ്കിലും നമുക്ക് പൈസ തന്നിട്ടൊന്നുമല്ല, നമ്മൾ ബസ് കയറി അവിടെ എത്തും. അപ്പോൾ അവർക്കതൊരു അത്ഭുതം, ഈ കക്ഷികൾ നമുക്ക് ഫ്രീ ആയിട്ട് വന്ന് ക്ലാസ് എടുക്കുന്നല്ലോ എന്നൊക്കെ തരത്തിലുള്ളൊരു അത്ഭുതമുണ്ട്. പ്രത്യേകിച്ചും നമുക്ക് വലിയ സന്തോഷവും, നമ്മൾ പറയുന്നത് ഇത്രയും പേര് കേട്ടല്ലോ എന്ന്. ഓരോ ക്ലാസ് കഴിയും തോറും അവരുടെ നമ്മളുമായിട്ടുള്ള ഇൻ്ററാക്ഷൻ്റെ സ്വഭാവം മാറുന്നുണ്ട്, അവരുടെ ചോദ്യങ്ങൾ കൂടുതലാവുന്നുണ്ട്, അവർ തമ്മിൽ കൂടുതൽ അടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊരു പ്രാഥമിക അന്തരീക്ഷം ഉണ്ടായി. ഇത് കഴിഞ്ഞ് 11ാമത്തെ വാർഷികം, ഇത് കഴിഞ്ഞ് ചെറിയ സമ്മേളനങ്ങൾ, അന്നൊക്കെ ചെറിയ സെമിനാറുകൾ നടത്തുക, ക്ലാസ്സുകൾ നടത്തുക, അതൊക്കെയാണ് പരിഷത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ. 1-2 പ്രസിദ്ധീകരണങ്ങൾ, 2-3 പ്രസിദ്ധീകരണങ്ങൾ ആ സമയങ്ങളിലേക്ക് ആരംഭിച്ചിട്ടുണ്ട്. പരിഷത്തിൻ്റെ ഒരു പ്രധാന കാര്യം മലയാളത്തിൽ ശാസ്ത്രം എഴുതുക എന്നുള്ളതാണല്ലോ. അത് അന്നും പ്രധാന ലക്ഷ്യമായിട്ട് തോന്നുന്നുണ്ട്. അന്ന് മാതൃഭൂമി ഒഴിച്ചുള്ള പ്രധാനപ്പെട്ട പത്രങ്ങളോ മാസികളൊന്നും ശാസ്ത്രം പ്രചരിപ്പിക്കാനൊന്നും തയ്യാറായിരുന്നില്ല. പലരോടും നമ്മൾ അഭ്യർത്ഥിച്ചെങ്കിലും അവരത്ര പോസിറ്റീവായിട്ടുള്ള അതുകൊണ്ട് പരിഷത്ത് സ്വയം തന്നെ ചില മാസികകൾ തുടങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് 1966 തോന്നുന്നു ശാസ്ത്രഗതി എന്ന മാസിക ആരംഭിച്ചു. അധികം താമസിയാതെ ശാസ്ത്ര കേരളം എന്ന ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടൊരു മാസിക ആരംഭിക്കുന്നു. അത് കഴിഞ്ഞ് യുറീക്ക എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ 3 പ്രധാനപ്പെട്ട മാസികകൾ. പിന്നീട് അത് കഴിഞ്ഞ് പരിഷത്തിൻ്റെ ബുള്ളറ്റിനും ബാലശാസ്ത്രം എന്ന് പറഞ്ഞൊരു വാൾമാസികയൊക്കെ ഇടയ്ക്ക് വരികയും പോവുകയും ഒക്കെ ചെയ്തു. ഗ്രാമശാസ്ത്രം എന്ന് പറഞ്ഞൊരു മറ്റു മാസിക. നിലനിന്ന് പോന്ന 3 മാസികകൾ ശാസ്ത്രഗതി, ശാസ്ത്ര കേരളം, യുറീക്ക. ഇതൊക്കെ 50 വർഷം പൂർത്തിയാക്കി കഴിഞ്ഞു. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ മാസിക പ്രചരണം, സിമ്പോസിയങ്ങൾ, ക്ലാസ്സുകൾ,
ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് 11ാം വാർഷികത്തിൻ്റെ സമയമായപ്പോഴേക്ക് നമ്മൾ തീരുമാനിച്ചു നമ്മുടെ ഈ ക്ലാസ്സുകളുടെ എണ്ണം കൂട്ടണം, കൂടുതൽ ആളുകളിലേക്ക് എത്തണം, കേരളം മുഴുവൻ വ്യാപിപ്പിക്കണം. അപ്പോൾ അത് ഈ ഒരാഴ്ചക്കാലത്തെ ക്ലാസ്സുകളുടെ അനുഭവം നമുക്കൊരു പാഠമായി. കുറച്ചും കൂടെ വിഷയങ്ങൾ പരിഷ്കരിച്ചിട്ട് ശാസ്ത്രം സമൂഹം, പ്രകൃതി ശാസ്ത്രം സമൂഹം എന്ന് വിഷയം ഒന്ന് പരിഷ്കരിച്ചു. പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രകൃതിയിലെ വിവിധ ഘടകങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്, സമൂഹം എന്താണ്, ഇതിൻ്റെയൊക്കെ ഇടയിൽ ശാസ്ത്രം എന്താണ് ചെയ്യുന്നത് നമുക്ക് വേണ്ടി, ഈ 3 വിഷയങ്ങൾ ആളുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുക. നമ്മളത് 3 ലെവലിൽ തയ്യാറാക്കി. ഏറ്റവും ചെറിയ കുട്ടികൾക്ക് പ്രൈമറി, LP, UP സ്കൂളുകളിലെ കുട്ടികൾക്ക് വേണമെങ്കിൽ ക്ലാസ് എടുക്കാം. അതിനു വേണ്ടിയിട്ട് യുറീക്ക ഒരു സ്പെഷ്യൽ ഇഷ്യൂ ഇറക്കി. ശാസ്ത്ര കേരളത്തിൽ ഇത് ഹൈസ്കൂൾ ലെവലിലും ആ തരത്തിലുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി ആ ലെവലിൽ തയ്യാറാക്കി. ശാസ്ത്രഗതിയിൽ ഒരു സ്പെഷ്യൽ ലക്കം മുതിർന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്, സീരിയസ് ആയിട്ടുള്ള ഗവേഷണ തലം വരെയുള്ള ആളുകൾക്കൊക്കെ വേണമെങ്കിൽ ചർച്ച ചെയ്യാവുന്ന തരത്തിൽ. എന്നിട്ട് വ്യാപകമായ പരിശീലന പരിപാടി ആയിരക്കണക്കിന് ആളുകളെ കേരളത്തിലുടനീളം പരിശീലിപ്പിച്ചു, ക്ലാസ്സുകൾ ആരംഭിച്ചു. ഒരു 1000-2000 ക്ലാസ് നടത്താൻ നമുക്ക് ക്വസ്റ്റ്യനായിരുന്നു. പക്ഷേ അത് വലിയ സക്സസ് ആയി. ഒരു മാസത്തോളം നീണ്ടു നിന്ന 10,000-ഓളം ക്ലാസ്സുകൾ നടത്താൻ പറ്റി. വലിയ റെസ്പോൺസായിരുന്നു. ഏകദേശം അപ്പോഴേക്ക് എമർജൻസി കാലമൊക്കെ ആയിട്ടുണ്ട്, 75-76 ആയിട്ടുണ്ട്. അപ്പോൾ എമർജൻസിയിൽ പൊതുവേ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ മങ്ങിക്കിടക്കുന്ന സമയത്താണ് നമ്മുടെ ഈ ക്ലാസ്സുകൾ നടക്കുന്നത്. അതും ഒരു പ്രവർത്തനത്തിനൊരു ഊർജം, എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്താനുള്ള ഒരു സംഗതിയാണെന്നൊരു സംഗതി. പക്ഷേ ഈ വിഷയങ്ങൾ ആൾക്കാർക്കുള്ള താല്പര്യം അവർക്കുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ഇത് അവരുമായിട്ട് സംസാരിക്കാനുള്ള ഭാഷയും രീതിയും ഒക്കെ സ്വാംശീകരിക്കാനുള്ള ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ ശ്രമവും മതി. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ പരിഷത്തിൻ്റെ പിന്നീടുള്ള പിൻകാല വളർച്ചയ്ക്ക് വലിയ സഹായകമായിട്ട് ആളുകളുമായിട്ട് ശാസ്ത്രം സംസാരിക്കാൻ സാധിക്കേണ്ടതാണ്. അല്ലാതെ നമ്മൾ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്, മനസ്സിലാക്കേണ്ടാത്ത കാര്യമാണ്, ശാസ്ത്രജ്ഞന്മാർ മാത്രം മനസ്സിലാക്കിയാൽ മതി എന്ന ധാരണകളൊക്കെ പതുക്കെ നമ്മുടെ ഈ സംസാരിക്കാൻ പോകുന്ന കൂട്ടത്തിൽ ശാസ്ത്രജ്ഞന്മാരുണ്ട്, മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർ വരുന്നുണ്ട്, ഗവേഷണ സ്ഥാപനങ്ങളിൽ ശാസ്ത്രം പരീക്ഷണം നടത്തുന്ന ആളുകളുണ്ട്, കോളേജ് അധ്യാപകരുണ്ട്. ഇവർക്കൊക്കെ ഞങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ശാസ്ത്ര വിഷയങ്ങൾ ജനങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാൻ കഴിയുമെന്നൊരു കോൺഫിഡൻസ്, അത് ആളുകൾ ആസ്വദിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്നൊരു, അപ്പോൾ പരിഷത്തിൻ്റെ കാഴ്ചപ്പാടിനെ തന്നെ അത് പതുക്കെ സ്വാധീനിക്കാൻ തുടങ്ങി. അതൊരു വലിയ പരിഷത്തിൻ്റെ വികാസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമായിരുന്നു. ജനങ്ങളിലേക്ക് ഇറങ്ങാനുള്ള ഒരു കോൺഫിഡൻസും അതിനുള്ളൊരു തീരുമാനവും അതിനുള്ളൊരു പ്രായോഗികമായിട്ടുള്ള ചില മാർഗങ്ങളും. അങ്ങനെയാണ് 1973 11ാം വാർഷികം തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു ഉഷാറൊക്കെ ആയിട്ടാണ് നമ്മൾ പങ്കെടുക്കുന്നത്. ആ വാർഷികത്തിൽ വെച്ചിട്ടാണ് പരിഷത്തിൻ്റെ ഭാവി പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം എന്നൊക്കെ ആലോചിക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന് എന്നൊരു മുദ്രാവാക്യം നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ അന്ന് സോവിയറ്റ് യൂണിയനൊക്കെ വളരെ ശക്തിയായിട്ട് നിലനിൽക്കുന്ന കാലമാണ്. അവിടുത്തെ സമൂഹത്തിൻ്റെ വികാസത്തിൽ ശാസ്ത്രം വഹിച്ചിട്ടുള്ള പങ്കൊക്കെ നമ്മൾ ധാരാളം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊരു സമൂഹവും മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് അതിലെ പൗരന്മാർ ശാസ്ത്രബോധമുള്ളവരാവണം. വികസിത സമൂഹം ഉണ്ടാക്കിയെടുക്കുന്നതിൽ ശാസ്ത്രത്തിന് വളരെ പ്രധാനപ്പെട്ടൊരു പങ്ക്, രാഷ്ട്ര പുനർനിർമ്മാണത്തിലും സമൂഹത്തിൻ്റെ പുനർനിർമ്മാണത്തിലും ഭാവിയെ അഭിമുഖീകരിക്കുന്നതിന്, വെല്ലുവിളിയെ അഭിമുഖീകരിക്കുന്നതിനൊക്കെ സമൂഹത്തിന് ശാസ്ത്രബോധമുണ്ടാവണം. ഈ ആശയം വളരെ പുതിയതല്ല. ഈ ആശയം മറ്റ് സ്ഥലങ്ങളിലൊക്കെ കുറച്ചൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായിരുന്നു. ശാസ്ത്രത്തിൻ്റെ സമൂഹത്തിലെ റോൾ എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് മറ്റു രാജ്യങ്ങളിലൊക്കെ ചർച്ച നടന്നിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ചില പേരുകളാണ് JD ബെർണലിൻ്റെ പേര്. സോഷ്യൽ ഫങ്ഷൻ ഓഫ് സയൻസ് പറഞ്ഞൊരു വലിയ പ്രശസ്തമായ പുസ്തകം തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിനുശേഷം JBS ഹാൽഡെയിൻ, അവരെല്ലാവരും കൂടി അടങ്ങുന്ന ഒരു ശാസ്ത്രജ്ഞ സമൂഹം ഉണ്ടായി വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ തന്നെ മറ്റ് പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ചെറിയ ചില പ്രവർത്തനങ്ങൾ, പ്രശസ്ത ബംഗാളി ശാസ്ത്രജ്ഞനായിരുന്ന SN ബോസ്, സത്യേന്ദ്രനാഥ് ബോസിൻ്റെ നേതൃത്വത്തിൽ ബംഗാളിൽ ബംഗീയ വിജ്ഞാൻ പരിഷത്ത് എന്നുള്ള പേരിലൊരു, അവരും ശാസ്ത്രബോധം ജനങ്ങളിൽ ഉണ്ടാക്കുക, ബംഗാളിയിൽ ശാസ്ത്ര പ്രസിദ്ധീകരണങ്ങൾ ആരംഭിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങൾ ഒക്കെ നടത്താൻ വേണ്ടി. അപ്പോൾ ഇതൊന്നും നടന്നിട്ടുള്ള കാര്യം നമുക്ക് കേരളത്തിൽ അറിയില്ല. കാലത്ത് ഈ ബെർണലിൻ്റെ കാര്യം തന്നെ അന്ന്
പുതുമയായിട്ടാണ് നമ്മൾ അറിയുന്നത്. ബെർണാഡിൽ പ്രവർത്തനം നടത്തുന്നത് പിന്നെ രണ്ടാം ലോക മഹായുദ്ധകാലത്തൊക്കെ തീക്ഷ്ണമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അഡ്വൈസറായിട്ട് പോലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് ആഭിമുഖ്യമുള്ള ശാസ്ത്രജ്ഞനായിരുന്നു എങ്കിൽ പോലും ഫാഷിസത്തിനെതിരായി നടത്തുന്ന യുദ്ധത്തിൽ ബ്രിട്ടനെ സഹായിക്കേണ്ടത് ശാസ്ത്രജ്ഞന്മാർ എന്ന നിലയ്ക്ക് നമ്മുടെ ചുമതലയാണ് എന്നൊരു ഒരു 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 സൈദ്ധാന്തിക അടിത്തറയൊക്കെ പിന്നെ എടുത്തു. വളരെ അദ്ദേഹത്തിൻ്റെ പുസ്തകം അടുത്ത കാലത്ത് പിന്നെ ADSൻ്റെ ബെർണലിൻ്റെ 2 വോളിയുള്ള ആത്മകഥയും കൂടെ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എത്ര ഗൗരവത്തിലാണ് അദ്ദേഹത്തെ പോലെയുള്ള, അതുപോലെ പിന്നെ ജൂലിയറ്റ് ക്യൂറിയെ പോലെയുള്ള ആളുകളൊക്കെ എത്ര പ്രധാനപ്പെട്ട ഒന്നാണ് ശാസ്ത്രം, രാഷ്ട്രീയം, സാമൂഹ്യ ശാസ്ത്രം എന്നതുപോലെയൊക്കെ തന്നെ ഭാവി സമൂഹത്തിൻ്റെ രൂപീകരണത്തിൽ എത്ര നിർണായകമായ സ്ഥാനം ശാസ്ത്രത്തിന് വഹിക്കാനുണ്ട്. ശാസ്ത്രജ്ഞന്മാർക്ക് മാത്രമല്ല, ശാസ്ത്രം അറിയുന്ന സമൂഹത്തിന്. കാരണം സമൂഹത്തിൻ്റെ ഗതിവിഗതികളെ നിർണ്ണയിക്കുന്നതിൽ ശാസ്ത്രം നിർണായകമായ പങ്ക് വഹിക്കുന്നു. ശാസ്ത്രം എന്തിനു വേണ്ടി ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കുന്നതിൽ പിന്നെ സമൂഹത്തിന് പങ്കുവഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പലപ്പോഴും അത് ചൂഷണത്തിൻ്റെ ഉപാധിയായി മാറും. അതുകൊണ്ട് ഒരൊറ്റ വഴിയേ ഉള്ളൂ, ശാസ്ത്രത്തിൻ്റെ ഗതി എന്തായിരിക്കണം, ശാസ്ത്രം ഏത് വഴിക്ക് പുരോഗമനം, എന്തൊക്കെ കാര്യത്തിന് ഉപയോഗിക്കപ്പെടണം, എന്തൊക്കെ തരം അപഗ്രഥനങ്ങൾ നടത്തണം എന്നത് ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് ആലോചിക്കാൻ ഉള്ള കഴിവ് ജനങ്ങൾക്കുണ്ടാവണം. നമ്മുടെ സാക്ഷരതയെപ്പോലെ തന്നെ ശാസ്ത്ര സാക്ഷരത. പിന്നെ ബെർത്തോൾഡ് ബ്രഹത്തിൻ്റെ ഒരു പ്രശസ്തമായ പിന്നെ കൊട്ടേഷൻ എപ്പോഴും പറയാറുണ്ട്. ബെർത്തോൾഡ് ബ്രഹ്റ്റിൻ്റെ അല്ല, യഥാർത്ഥത്തിൽ ബെർത്തോൾഡ് ബ്രഹത്തിനെ കുറിച്ച് പിന്നെ ബെർത്തോൾഡ് ബ്രഹ്റ്റ് ഗലീലിയോയെ കുറിച്ച് എഴുതിയിട്ടുള്ളൊരു നാടകമുണ്ട്, വളരെ പ്രശസ്തമായ നാടകമാണ്. ആ നാടകത്തിലെ ഗലീലിയോ, ബെർത്തോൾഡ് ബ്രഹത്തിൻ്റെ ഗലീലിയോ പറയുന്ന ഒരു കാര്യമുണ്ട്. ശാസ്ത്രം ഇങ്ങനെ എവിടെയെങ്കിലും കെട്ടിക്കിടന്നാൽ പോരാ, അത് തെരുവുകളിലേക്ക് ഇറങ്ങണം. പാൽക്കാരികളൊക്കെ ശാസ്ത്രത്തെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും സംസാരിക്കുന്ന കാലം വരണം. പാൽക്കാരികൾ എന്ന് പറഞ്ഞാൽ പാല് വിറ്റ് നടക്കുന്ന ആളുകൾ പോലും, സാധാരണക്കാരായ ആൾ പോലും നക്ഷത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന കാലം വരണം. അല്ല, നക്ഷത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ജ്യോതിശാസ്ത്രജ്ഞന്മാർ മാത്രമായിരിക്കില്ല. അതേപോലെ തന്നെ നമ്മുടെ തീന്മേശയിൽ ആളുകൾ വർത്തമാനം പറയുന്ന വിഷയമായിട്ട് ശാസ്ത്രം മാറണം. ഭക്ഷണം കഴിക്കുന്ന സമയത്തും തട്ടുകടയിലൊക്കെ ശാസ്ത്രം കൂടി സംഭാഷണ വിഷയമാണ്. ഇപ്പോൾ രാഷ്ട്രീയം ആര് തിരഞ്ഞെടുക്കപ്പെടണം എന്നൊക്കെ ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ ശാസ്ത്രം എങ്ങോട്ടായിരിക്കണം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആർക്ക് വേണ്ടി പ്രയോഗിക്കപ്പെടണം, ഏത് തരം ഫാക്ടറികൾ ഉണ്ടാവണം, ഊർജ്ജത്തിൻ്റെ ഉൽപ്പാദനം ഏത് തരത്തിലുള്ളതായിരിക്കണം എന്നതൊക്കെ സാധാരണക്കാർ കൂടി ചർച്ച ചെയ്യുന്ന ഒരു സംഗതി വരണമെന്ന് പറയും. അതേപോലെ തന്നെ ശാസ്ത്രം ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ മാത്രം അവർ മാത്രം പ്രവർത്തിക്കുന്ന ഒന്നായിട്ട് മാറുകയോ ചൂഷകന്മാരുടെ കയ്യിൽ വലിയൊരു ചൂഷണ ഉപാധിയായി മാറുകയോ ചെയ്താൽ ലോകം പോകുന്ന ഒരു വഴിക്കായിരിക്കും. അതിനുള്ളൊരൊറ്റ ചികിത്സ എന്ന് പറയുന്നത് സാധാരണക്കാരുടെ ചിന്തയിലും പ്രവർത്തനത്തിലും ശാസ്ത്രം ഉണ്ടാവുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ക്ലിയറായി വരുന്നുണ്ട് പരിഷത്തിൻ്റെ വളർച്ച. അത് ക്ലിയറാവുന്നതിൻ്റെ ഒരു സംഗതി, ജനങ്ങളുടെ ഇടയിൽ പോകുന്ന സമയത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങളോടൊപ്പം പലതും കൂടിച്ചേരും. ഇപ്പം നമ്മൾ വെള്ളത്തിൻ്റെ കാര്യമായിരിക്കും സംസാരിക്കുക. അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നെടുമങ്ങാട് ഒരു സ്ഥലത്തൊരു ക്ലാസ് എടുക്കാൻ പോയപ്പോൾ വെള്ളത്തിൻ്റെ നല്ല വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്, വെള്ളത്തിൻ്റെ ജീവിതത്തിലുള്ള പ്രത്യേകത ഇതൊക്കെ പറയും നമ്മൾ. അപ്പോഴായിരിക്കും ഒരു മുത്തശ്ശി എന്നോട് ചോദിച്ചു, കുറേ പ്രാവശ്യം പോയ സ്ഥലമാണ്, മുത്തശ്ശി സ്വാതന്ത്ര്യത്തോടു കൂടി, മോനെ ഇതൊക്കെ ശരിയാണ്, നല്ല കാര്യം തന്നെ, പക്ഷെ ഞങ്ങൾക്ക് വെള്ളം കിട്ടണില്ലല്ലോ. വെള്ളം കിട്ടണില്ല എന്ന് മാത്രമല്ല, അവർ പറയണ 4 കൊല്ലമായി പൈപ്പ് ഇട്ടിട്ട് വെള്ളം കിട്ടുന്നില്ല. അപ്പോൾ എന്താ വെച്ചാൽ 4 കൊല്ലമായിട്ട് പൈപ്പ് ഇട്ടിട്ടുണ്ട്, പക്ഷെ വെള്ളത്തിൻ്റെ സ്രോതസ് ഏതാന്ന് കണ്ടുപിടിക്കാതാണ് ആ പൈപ്പ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അശാസ്ത്രീയമായ ആസൂത്രണം, അതിനകത്തൊരു പക്ഷേ രാഷ്ട്രീയം കയറി കളിച്ചിട്ടുണ്ടാവും, കൈക്കൂലി ഉണ്ടായിട്ടുണ്ടാവും, എഞ്ചിനീയർമാരുടെ വിവരമില്ലായ്മയായിരിക്കും, അല്ലെങ്കിൽ കോൺട്രാക്ടറെ എന്തായാലും. അപ്പോൾ എന്ത് പറ്റുന്നു, ശാസ്ത്രം ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങും. ശാസ്ത്രം ഇപ്പോൾ ഇങ്ങനെ ഒറ്റപ്പെട്ട ഒരു മുറിയിലിങ്ങനെ അടച്ച് ശാസ്ത്രജ്ഞനും അയാളുടെ ഗവേഷണ ഉപാധികളും ഉപകരണങ്ങളുമായിട്ട് ഇങ്ങനെ അടച്ചിരിക്കേണ്ട ഒരു സാധനമല്ല. ജനങ്ങളൊക്കെ ശാസ്ത്രത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം. അതുകൊണ്ടാണ് സൈലൻറ്റ് വാലിയും ചാലിയാറും ഒക്കെ സാധാരണക്കാരുടെ ചർച്ചാ വിഷയം മാറേണ്ട. ഇത് പരിഷത്തിൽ പതുക്കെ ചലനങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. പരിഷത്തിൻ്റെ സ്വഭാവത്തിലും രൂപത്തിലൊക്കെ മാറ്റം വന്നു തുടങ്ങി. അധികം താമസിയാതെ പരിഷത്ത് നടത്തിയ ഒരു പരിഷത്തിൻ്റെ സ്വഭാവത്തിൽ അന്നുവരെ ശാസ്ത്രം എഴുത്തുകാരുടെ സംഘടനയായിരുന്ന പരിഷത്ത് ശാസ്ത്രത്തിൽ താല്പര്യമുള്ള എല്ലാവർക്കും ചേരാവുന്ന ഒരു സംഘടനയായിട്ട് മാറി. ആ ട്രാൻസ്ഫോർമേഷനെ വളരെയധികം സഹായിച്ചിട്ടുള്ള ഒന്നാമത്തെ ആൾ PT ഭാസ്കര പണിക്കർ തന്നെയാണ്. അതേ ഒരു ജനകീയനാണ്, ജനകീയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പരിചയം ഈ ട്രാൻസ്ഫോർമേഷൻ സഹായിച്ചിട്ടുണ്ട്.
അപ്പോൾ പിന്നെ ശാസ്ത്രം സമൂഹത്തിൽ നിർണായകമായ പങ്കുവഹിക്കേണ്ടുന്ന ഒന്നാണ്. ശാസ്ത്രബോധത്തിന് സമൂഹത്തിൻ്റെ വളർച്ചയിൽ പങ്കുണ്ടെന്ന് വിചാരിക്കുന്ന ആർക്കും വരാം എന്ന് ഒരു ധാരണയുണ്ടാവുന്നു. പിന്നീട് CG ശാന്തകുമാർ എന്നൊക്കെ പറയുന്ന ഞങ്ങളുടെ VK ശശിധരൻ, അങ്ങനെ പല പുതിയ സെക്രട്ടറിമാരൊക്കെ വന്നതോടുകൂടി ഈ ജനകീയത വർദ്ധിക്കുന്നു. നിരവധി പുതിയ പ്രവർത്തനങ്ങൾ അതിനൊക്കെ വഴിമരുന്നായി മാറിയ ഒരു ക്യാമ്പുണ്ട് തൃശ്ശൂരിൽ. ഞങ്ങൾ നടത്തിയ പീച്ചി ക്യാമ്പ് എന്ന് പറയുന്നൊരു ക്യാമ്പിൽ വെച്ചിട്ടാണ് ഈ ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന് എന്ന പരിപാടി, അത് ഒരു മുദ്രാവാക്യമായ പോരല്ലോ. അപ്പോൾ വ്യാപകമായ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇറങ്ങിച്ചെല്ലണം. ഗ്രാമങ്ങളിൽ യൂണിറ്റ് ഉണ്ടാക്കണം. ഓൾറെഡി നമ്മൾ യൂണിറ്റുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്, ജില്ലകളിൽ പരിഷത്ത് എത്തിയിട്ടുണ്ട്. ഇതുപോലെ ഗ്രാമങ്ങളിൽ തന്നെ എത്തണം. ഗ്രാമശാസ്ത്ര സമിതികൾ ഉണ്ടാക്കണം ഓരോ ഗ്രാമങ്ങളിൽ. ഗ്രാമങ്ങളിലെ വികസനം എങ്ങനെയായിരിക്കണം, ഗ്രാമത്തിൻ്റെ വികാസത്തിൽ ശാസ്ത്രം എന്തൊക്കെ പങ്കുവഹിക്കണം, അവിടുത്തെ പ്രശ്നങ്ങളെ എങ്ങനെ ശാസ്ത്രീയമായി അപഗ്രഥിക്കാം, ഇതിലൊക്കെ ശാസ്ത്രത്തിന് പങ്കുവഹിക്കാൻ പറ്റും. രാഷ്ട്രീയം മാത്രം പോരാ, ശാസ്ത്രവും വേണം അവിടെ. ശാസ്ത്രത്തിനും രാഷ്ട്രീയത്തിനും കൈകോർക്കാൻ കഴിയണം സമൂഹത്തിൻ്റെ വികാസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളടക്കം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ പ്രസ്ഥാനങ്ങളെയും ആ പ്രസ്ഥാനങ്ങളെ നയിക്കുന്ന ജനങ്ങളെയും ശാസ്ത്രബോധമുള്ളവരാക്കി തീർക്കുക എന്നത് പരിഷത്തിൻ്റെ ലക്ഷ്യമായി മാറണം എന്നൊക്കെ പതുക്കെ പതുക്കെ നമ്മുടെ ധാരണ. അപ്പോൾ സമൂഹത്തിനെ നമ്മൾ നോക്കുന്നു, സമൂഹത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൽ ഒരു കൂട്ടം ആൾക്കാർ കൂടുതൽ സമ്പന്നരായിത്തീരുന്നു, ഒരു കൂട്ടം ആൾക്കാർ ദരിദ്രരായിത്തീരുന്നു. ഈ തുടർച്ചയായിട്ട് സമ്പന്നവൽക്കരണവും ദരിദ്രവൽക്കരണവും നടക്കുന്നു. ഇത് നേരെ തിരിച്ചാക്കണം. ഇങ്ങനെയല്ല വേണ്ടത്. കൂടുതൽ ആൾക്കാർ സമ്പന്നരാവുക എന്നതും കൂടുതൽ ആൾക്കാർ ദരിദ്രവൽക്കരിപ്പെടുക എന്നതിന് മാറിയിട്ട് സമൂഹം തുല്യതയുടെ അടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കപ്പെടണം എന്നൊക്കെയുള്ള ആശയങ്ങൾ ശാസ്ത്രവുമായിട്ട് ബന്ധമില്ലാത്തതല്ല. നേരിട്ടൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് നമുക്ക് ബന്ധമില്ലെങ്കിലും നമുക്ക് രാഷ്ട്രീയമായിട്ട് ബന്ധമുണ്ട്. സമൂഹത്തിൽ എല്ലാവർക്കും തുല്യത ഉള്ള സമൂഹം ഉണ്ടാക്കി തീർക്കുക എന്നതാണ് കൂടുതൽ ശാസ്ത്രീയം. അല്ലാതെ കുറേ ആൾക്കാർ സമ്പന്നരായിത്തീരുകയും അങ്ങനെ സമ്പന്നരായിത്തീരുന്നതിന് വേണ്ടിയിട്ട് ശാസ്ത്രം അവരെ സഹായിക്കുകയും, ആറ്റം ബോംബ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ശാസ്ത്രമാണോ സമാധാനം ഉണ്ടാക്കാനുള്ള ശാസ്ത്രമാണോ നമുക്ക് വേണ്ടത്? പിന്നെ മലിനീകരണം വർദ്ധിപ്പിക്കാനുള്ള ശാസ്ത്രമാണോ നമുക്ക് വേണ്ടത്? അത് പിന്നെ ഫാക്ടറി ഉടമയ്ക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടാവും. അതോ മലിനീകരണം ഇല്ലാത്ത ശാസ്ത്രമാണോ വേണ്ടത്? വനങ്ങളെല്ലാം വെട്ടി വെളുപ്പിച്ച് പിന്നെ നമുക്ക് ഊർജം ഉണ്ടാക്കാൻ എന്നുള്ള പേരിൽ പ്രകൃതിയുടെ സന്തുലനം തന്നെ ഇല്ലാതാക്കി തീർക്കുന്ന ശാസ്ത്രമാണോ വേണ്ടത്? അതോ അല്ല, വനവും പ്രകൃതിയും മനുഷ്യനും ഒക്കെ തമ്മിലുള്ള സന്തുലനം നിലനിർത്തണം, ഊർജം വേണം, പക്ഷേ ഇറ്റ് നോട്ട് അറ്റ് ദ കോസ്റ്റ് ഓഫ് നേച്ചർ എന്ന തരത്തിൽ ഈ പ്രകൃതി മനുഷ്യ വികാസ സന്തുലനം നിലനിർത്തിക്കൊണ്ടായിരിക്കണം എന്നത്, ഇതൊക്കെ പരിഷത്തിൻ്റെ ചർച്ചാ വിഷയമായി. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് ആലോചനയിൽ വന്ന വ്യത്യാസങ്ങൾ, രണ്ടാമത്തെ പ്രവർത്തനങ്ങളിൽ വന്ന വ്യത്യാസം. നമ്മുടെ ശാസ്ത്ര ക്ലാസ്സുകൾ കഴിഞ്ഞ് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം നമ്മൾ ഏറ്റെടുക്കുന്നത് ശാസ്ത്ര സാംസ്കാരിക ജാഥ എന്ന് പറയുന്ന, പിന്നെ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അന്ന് വരെ ജാഥകൾ നടത്തുന്നൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് പ്രധാനമായിട്ട്. ഒരു ശാസ്ത്ര പ്രസ്ഥാനം എന്താണ് ചെയ്യുക? അപ്പം നമ്മൾ ഈ വിഷയങ്ങളൊക്കെ ജനങ്ങളോട് സംസാരിക്കുന്ന ഒരു ശാസ്ത്രജാഥ. ശാസ്ത്രം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അന്ന് ഞങ്ങൾ മുദ്രാവാക്യങ്ങളായിട്ട് ആരംഭിച്ച് പിന്നീട് അത് മുദ്രാകാവ്യങ്ങൾ എന്ന് പറയുന്ന മറ്റുള്ള മുദ്രാകാവ്യങ്ങളായിട്ട് മാറി. ശാസ്ത്രം അധ്വാനമാണ്, അധ്വാനം സമ്പത്താണ്, സമ്പത്ത് ജനനന്മയ്ക്കാണ്, ശാസ്ത്രം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ശാസ്ത്രം കൃഷിക്കാരന്, ശാസ്ത്രം അധ്വാനം, അധ്വാനം സമ്പത്ത്, സമ്പത്ത് ജനനന്മയ്ക്ക്, ശാസ്ത്രം ജനനന്മയ്ക്ക്. പിന്നെ ശാസ്ത്രം കർഷകന്, ശാസ്ത്രം വിദ്യാർത്ഥിക്ക്, ശാസ്ത്രം വീട്ടമ്മയ്ക്ക്, ശാസ്ത്രം തൊഴിലാളിക്ക്, ശാസ്ത്രം എല്ലാവർക്കും. അപ്പോൾ ഇതൊക്കെ വെറുതെ പറയുന്നതല്ല, ഇതൊക്കെ നമുക്ക് കാര്യകാരണ സഹിതം പിന്നെ ബന്ധപ്പെടുത്താൻ കഴിയും. എങ്ങനെയാണ് ശാസ്ത്രം കൃഷിക്കാരൻ്റെ ആയി മാറുക? എന്താണ് തൻ്റെ കൃഷിയുടെ പിന്നെ ദൗർബല്യങ്ങൾ? ഒരു ഭാഗത്ത് കൃഷിയും കർഷക തൊഴിലാളിയും കർഷകനും തമ്മിലുള്ള ബന്ധം, അതിൽ വരുന്ന ചൂഷണം തുടങ്ങിയ കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ട്. പിന്നെ കൃഷിക്ക് സംഭവിക്കുന്ന പലതരത്തിലുള്ള പിന്നെ നാശനഷ്ടങ്ങളെ അപഗ്രഥിക്കണം. എന്തുകൊണ്ടാണ് പിന്നെ കീടനാശിനിയുടെ ഉപയോഗം കൂടുന്നത്? മണ്ണിൻ്റെ ശോഷണം നടക്കുന്ന എന്താണ്? എന്തുകൊണ്ടാണ് പിന്നെ വേണ്ടത്ര പോഷണമില്ലാതെ കൃഷി ചെയ്യേണ്ടി വരുന്നത്? അതിന് നമ്മുടെ കൃഷി രീതികളിലേക്ക് നോക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ശാസ്ത്രീയപരമാക്കി തീർക്കുന്ന ആ അറിവ് ഏതെങ്കിലും ശാസ്ത്രജ്ഞനുണ്ടായ പോരാ,
അല്ലെങ്കിൽ വിത്തും വളവും ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് മാത്രം ഉണ്ടായാൽ പോരാ, അത് കൃഷിക്കാരന് ലഭിക്കണം. അല്ലെങ്കിൽ ഇവരൊക്കെ കൃഷിക്കാരനെ ചൂഷണം ചെയ്യാൻ തുടങ്ങും. ശാസ്ത്രം വിദ്യാർത്ഥിക്ക് വേണം, ശാസ്ത്രം തൊഴിലാളിക്ക് വേണം. താൻ ചൂഷണം ചെയ്യപ്പെടുന്നതിനെക്കുറിച്ചും തൊഴിലാളി അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ തൻ്റെ തൊഴിൽ മേഖലയെക്കുറിച്ച് ശാസ്ത്രീയമായ അറിവുണ്ടാവണം. ഓരോ മേഖലയിലും ഇതൊക്കെ നമ്മൾ ഒരു ഭാഗത്ത് മുദ്രാവാക്യം ഉണ്ടാക്കുക മാത്രമല്ല, ഇതിനൊക്കെ പ്രവർത്തനമാക്കി മാറ്റാനുള്ള ശ്രമവും നടത്തും. അങ്ങനെ പതുക്കെ പതുക്കെ പരിഷത്തിൻ്റെ പ്രവർത്തന മേഖല വികസിക്കുന്നു.